ഹലോ, എൻ്റെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ വാഴച്ചുണ്ട്, വാഴക്കൂമ്പെന്നൊക്കെ പറയും. നമ്മളിവിടെ വാഴച്ചുണ്ടെന്നാണ് പറയുന്നത്. ഇതും കൊണ്ട് നമ്മൾ വടയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. നമ്മുടെ പരിപ്പ് വടയില്ലേ, അതുപോലത്തെ ഒരു വടയാണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത്. ഇതാണെങ്കിൽ തോരനൊക്കെ വെച്ച് കൊടുത്താൽ ഇവിടെ എൻ്റെ മക്കൾ രണ്ടുപേരും കഴിക്കത്തില്ല. അവർക്ക് രണ്ടുപേർക്കും ഇഷ്ടമില്ല. അപ്പോൾ ഇതാകുമ്പോൾ നല്ല ഗുണമുള്ളൊരു സാധനമല്ലേ എന്നും കണ്ട് ഇത് ഞാൻ യൂട്യൂബിലൊരു വീഡിയോ കണ്ടിട്ട് തന്നെയാണ് കേട്ടോ ഇങ്ങനെ ഉണ്ടാക്കിയത്. അടിപൊളി ടേസ്റ്റാണ്. നമ്മുടെ ഒറിജിനൽ പരിപ്പോടെ മാറി നിൽക്കും കേട്ടോ. അപ്പോൾ ഞാൻ കുറച്ചത് ചെറുതായിട്ട് ചുണ്ടൊക്കെ കൊത്തി അരിഞ്ഞെടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ സബോള ഒരെണ്ണത്തിൻ്റെ വലിയൊരു സബോള ആയിരുന്നു, അതിൻ്റെ പകുതി എടുത്തിട്ടുള്ളൂ. അതും ചെറുതായിട്ട് കൊത്തി അരിഞ്ഞതും. പിന്നെ പച്ചമുളക് ഞാൻ 2 എണ്ണം എടുത്തിട്ടുള്ളൂ, 2 പച്ചമുളകും. ഇഞ്ചി എടുത്തിട്ടുണ്ട്, ഒരു ചെറിയൊരു കഷ്ണം ഇഞ്ചി ചെറുതായിട്ട് കൊത്തി അരിഞ്ഞിട്ട് അതും കൂടെ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് എരിവിനനുസരിച്ച് പച്ചമുളകൊക്കെ എല്ലാവർക്കും ചേർക്കാം. കുരുമുളക് ഇഷ്ടമാണെങ്കിൽ അതും ചേർക്കാം കേട്ടോ. പിന്നെ നമ്മൾ എടുത്തിരിക്കുന്ന പരിപ്പാണ്, അത് കടലപ്പരിപ്പ്, വലിയ പരിപ്പില്ലേ അതാണ്. അത് വെള്ളത്തിൽ നേരത്തെ കുതിർത്ത് വെച്ചിരുന്നതാണ്. അതിൽ കുറച്ച് മാറ്റി വെച്ചിട്ട് ബാക്കി അതുകൂടെ മിക്സിയുടെ ജാറിനകത്തോട്ടിട്ട് ഇതുപോലെ ചെറുതായിട്ട് നമുക്കൊന്ന് അരച്ചെടുക്കാം. അത് കഴിഞ്ഞിട്ട് അരയ്ക്കാതെ വെച്ചിരുന്ന കുറച്ച് പരിപ്പില്ലേ അതുകൂടെ ഇട്ടിട്ട് ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് നമുക്കിതെല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. എരിവും ഉപ്പും ഒക്കെ എല്ലാവരുടെ ആവശ്യത്തിനാണ്. കുരുമുളകൊക്കെ വേണമെങ്കിൽ 1-2 എണ്ണം അതൊക്കെ നല്ല ടേസ്റ്റ് കിട്ടും. ഇതിൽ ഞാൻ കുരുമുളക് ഇട്ടിട്ടില്ലേ, കുരുമുളക് ഇട്ട് കഴിഞ്ഞാൽ പിന്നെ എരിവ് വന്നപ്പോൾ അത് വേണ്ടെന്ന് പറയും. അതുകൊണ്ട് ഞാൻ കുരുമുളക് ചേർത്തിട്ടില്ല. ഇത് നന്നായിട്ട് ഇതെല്ലാം കൂടെ എന്നിട്ട് മിക്സ് ചെയ്ത് ഞാൻ എടുത്തിട്ടുണ്ട്. ഇത് കഴിഞ്ഞപ്പോഴാണ് ഞാൻ എൻ്റെ കാര്യം ഓർത്ത്. ഇതിനകത്ത് എൻ്റെ മെയിൻ സാധനമാണ് ഈ കടലമാവ് കേട്ടോ. ഇതൊരു 2 സ്പൂൺ കടലമാവ് നിർബന്ധമായിട്ട് ഇതിനകത്ത് നമ്മൾ ചേർക്കണേ. കടലമാവ് കൂടെ ചേർത്ത് കഴിഞ്ഞാലാണ് നമുക്കിത് കുറച്ചുകൂടെ ഒരു ഉറപ്പ് കിട്ടുന്നത് പിടിച്ചെടുക്കുമ്പോൾ. അതിനകത്തോട്ട് കരിയാപ്പില ഇറങ്ങണം. അതാണ് അതിൻ്റെ മെയിൻ ടേസ്റ്റ് കിട്ടുന്ന സാധനം. നമ്മുടെ പരിപ്പുവടയുടെ മെയിൻ അല്ലേ കരിയാപ്പില. അപ്പോൾ അതുകൂടെ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. പിന്നെ ഒരു ചീനച്ചട്ടിയിൽ ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിക്കണം. ഞാനിത് കുറേശ്ശെ, ഒരു ചെറിയ ചീനച്ചട്ടിയാണ് കേട്ടോ, അതിൽ കുറേശ്ശെ ഉണ്ടാക്കിയെടുക്കാനായിട്ട് കുറച്ച് വെളിച്ചെണ്ണ എടുത്ത് അത് ചൂടായി വന്നപ്പോഴത്തേക്കിനും ഇത് പരിപ്പോടെ നമ്മൾ പരത്തുന്ന പോലെ അതിലെ ഷേപ്പിലാക്കി നമ്മൾ എണ്ണയ്ക്കകത്തോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് അത് എണ്ണയിലോട്ട് ഇട്ടിട്ട് അത് മൂത്ത് വരുമ്പോഴത്തേക്കിന് തിരിച്ചും മറിച്ചും ഇട്ട് മൊരിയിച്ചെടുക്കണേ. തീ ഏറ്റവും കുറച്ച് വേണം വെക്കാൻ. തീ കൂടുതൽ വെച്ച് കഴിഞ്ഞാൽ ഇത് കരിഞ്ഞു പോകും. അകം വശം വേഗത്തില്ല, പുറം മാത്രം ഇങ്ങനെ നമ്മൾ ഓർക്കത് മൊരിഞ്ഞ് വെന്ത് എന്ന് ഓർക്കും. പക്ഷേ തീ കുറച്ച് വെച്ച് വേവിച്ചെടുക്കണേ. ഇതുപോലെ നമ്മൾ നന്നായിട്ട് തീയൊക്കെ കുറച്ച് വെച്ച് നമ്മൾ 2 സൈഡും മൊരിയിച്ചെടുത്ത് കടയിലെ പരിപ്പോടെ മാറി നിൽക്കും കേട്ടോ. അത്ര നല്ല ഭംഗിയിലും ടേസ്റ്റിലുമാണ് നമ്മളിത് ഉണ്ടാക്കിയെടുത്തിരിക്കുന്നത്. ഇത് എല്ലാ പിള്ളേർക്കും ഇഷ്ടപ്പെടും. മക്കളൊക്കെ സ്കൂളിൽ നിന്ന് വരുമ്പോഴത്തേക്കിന് ഇതുപോലെയൊക്കെ ഒന്ന് ഉണ്ടാക്കി കൊടുത്തു നോക്കണം. അടിപൊളി ടേസ്റ്റാണ്. നമ്മുടെ ഒറിജിനൽ പരിപ്പോട, ഞാൻ വീണ്ടും വീണ്ടും പറയുന്നത്, ഒറിജിനൽ പരിപ്പോട മാറി നിൽക്കും. അത്ര ടേസ്റ്റാണ്. എല്ലാവരും ഉണ്ടാക്കി നോക്കണേ. അപ്പോൾ നമ്മുടെ മക്കൾക്കൊക്കെ, എൻ്റെ മക്കൾക്ക് 2 പേർക്കും ഇഷ്ടപ്പെട്ടു. അവരിത് ചുണ്ട് തോരനാന്ന് പറയുമ്പോൾ അവർക്ക് ഇഷ്ടമേ ഇല്ലാത്തൊരു സാധനമായിരുന്നു. ഇതുകൊണ്ട് ഇതിൻ്റെ അകമൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. എന്നെങ്കിൽ പുറം വശം നന്നായിട്ട് മൊരിഞ്ഞും വന്നിട്ടുണ്ട്. അതുപോലെ നമ്മൾ എടുക്കണം. മകന് കൊടുക്കുമ്പോഴത്തേക്കിന് അവന് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. വീണ്ടും വീണ്ടും പാത്രത്തോടെ എടുത്തുകൊണ്ട് പോയി 2 പേരും കഴിച്ചിട്ടുണ്ട്. അപ്പം